ഹലോ ഹായ് ഗൈസ്, ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തമ്മിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേരുടെ സ്വപ്നമായിരിക്കില്ലേ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ലക്ഷ്യം നമ്മളെ കൈകളിലേക്ക് എത്താൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അല്ല, കഷ്ടപ്പെടാണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യം, PSCക്ക് പഠിക്കുന്നവർ ഒരു ജോലി വേണം, ഒരു സർക്കാർ ജോലി എനിക്ക് സ്വന്തമാക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇറങ്ങി തിരിച്ചവർ ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുക. ധൈര്യമായിട്ട് നമ്മുടെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം ഞാൻ നേടിയിരിക്കുമെന്ന വിശ്വാസത്തിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളുക. പിന്നെ പഠനം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളുടെ സമയം മാക്സിമം നമ്മൾ പഠിക്കാനായിട്ട് വിനിയോഗിക്കുക. അങ്ങനെ ഒരു വർഷക്കാലം കൊണ്ട് ഞാൻ എൻ്റെ ഒരു PSC ജേണി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഞാൻ PSC ജോലി ചെയ്തത്. വളരെ ഒരു വർഷം മുഴുവനായിട്ട് എടുത്തില്ല. ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ആ ഒരു സമയം തൊട്ട് ഞാൻ പഠിച്ചു. ഞാൻ ഇന്ന് എൻ്റെ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചു. എൻ്റെ ഓർഡർ എൻ്റെ കയ്യിൽ വന്നു. ഇത് ഇങ്ങനെ കൈ പിടിച്ച് ഇപ്പം പറയുമ്പോൾ ഇത്ര സന്തോഷം. ഇത് കിട്ടുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ കീഴടക്കിയ വല്ലാത്തൊരു സന്തോഷം. പക്ഷേ കീഴടക്കി എന്ന് തന്നെ പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നിനും വേണ്ടി മറ്റുള്ളവരുടെ ഇടയിൽ കൈ നീട്ടാൻ ഒന്നിനും പോകണ്ട. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് നേടിയ ഈ ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം ഇത് ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നെ കാണുന്ന പലരും അല്ലേ. പിന്നെ നമ്മൾ പഠിക്കാൻ ഇറങ്ങുന്ന സമയത്ത് പല ഭാഗത്തും നമുക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും. പിന്നെ ഇത്രയും ആളുകൾ PSC പഠിക്കുന്നത്, ഇവർക്കല്ലേ കിട്ടാൻ പോണേ, ഇവനല്ലേ PSC കിട്ടാൻ പോണേ, ഇവന് വല്ല പണിക്കും പോയി കൂടെ, വെറുതെ PSC എന്ന് പറഞ്ഞിട്ട് കുറേ വർഷം അങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ആ നേരം കൊണ്ട് എന്തെങ്കിലും പണിക്ക് പോയാൽ 10 ക്യാഷ് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ ഇതൊന്നും ഉൾക്കൊള്ളരുത്, ഇതൊന്നും കേൾക്കരുത്. നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എനിക്ക് ഈ ജോലി നേടിയെടുക്കണം, എനിക്ക് ജോലി നേടിയെടുത്തേ പറ്റുള്ളൂ, ഇതെൻ്റെ ജീവിതമാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളുക. എനിക്കിത് കിട്ടിയിട്ടേ ഞാൻ ബാക്കോട്ട് പോകുള്ളൂ എന്നുള്ള ഒരു മനസ്സിനൊരു ധൈര്യം ഉറപ്പ് കൊടുത്ത് ഇറങ്ങിക്കോളുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യത്തിൽ എത്താൻ പറ്റുള്ളൂ. മറ്റുള്ളവർ തളർത്തുമ്പോൾ തളർന്നു പോകാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ തളർത്തിയവരുടെയും കുറ്റം പറഞ്ഞവരുടെയും കളിയാക്കിയവരുടെയും മുന്നിലൂടെ അന്തസ്സായിട്ട് നമുക്ക് തല ഉയർത്തി നടക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത സ്വീറ്റ് റിവഞ്ചാണ്. കാരണം അവിടെ അവർ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സർക്കാർ ജോലിക്കാരാണ്, അല്ലെങ്കിൽ അവനൊരു സർക്കാർ ജോലി കിട്ടി. പക്ഷെ നമ്മളിപ്പോഴും ഈ ഒരു എന്താ പറയുക, അവനെ കളിയാക്കി ഇരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ലാഭം ഉണ്ടായി എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ എത്തിക്കണം. ഓക്കെ, ഞാൻ ഇതിനെ തമ്മിൽ PSC എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലരും അവോയ്ഡ് ചെയ്യും. പിന്നെ പക്ഷെ ഇത് കാണുന്ന ചിലരുണ്ടാവും, അവരടുത്ത് ഈ കാണുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നിങ്ങൾ നല്ല അച്ചടക്കത്തോടു കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് നേടാവുന്നേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. കാരണം ഞാനൊരു SSLC ടോപ്പറല്ല, +2 ടോപ്പറല്ല. SSLCയും +2 ഒന്നും മാനദണ്ഡമല്ല ഒരു PSC എന്ന് പറയുന്നത്. ഞാൻ അവിടെയൊക്കെ ABC എല്ലാ ഗ്രേഡും മേടിച്ചിട്ട് ഒരു ആവറേജിന് താഴെയൊക്കെ വന്ന ഒരാളാണ് ഞാൻ. പിന്നെ നമ്മുടെ ഉള്ളിലുള്ളൊരു ഫയറുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യത്തിലെത്താൻ നമ്മൾ ആ ഫയറിനെ കത്തിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കിട്ടിയേ ഞാൻ ബാക്ക് പോവുള്ളൂ, എന്നെ ആരെന്ത് പറഞ്ഞാലും പിന്തിരിയില്ല, ഈ ജോലിയെ നേടിയെടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലിതേ ഇതുപോലൊരു ലെറ്റർ എത്തിയിരിക്കും, ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ എത്തിയിരിക്കും. ഷുവറാണ്, ഇതെനിക്ക് നേടാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ജോലി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നാണ്. ഈ വീട്ടമ്മമാരോടായാലും പറയാം, ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് ചിലപ്പോൾ ചില ജീവിതത്തിൽ നമുക്ക് നിൽക്കാനും താല്പര്യം ഉണ്ടാവില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കുറ്റപ്പെടുത്തൊന്നും വേണ്ട. ഞാനാണെങ്കിലും എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി പറയാൻ നിൽക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അപ്പം ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് ഏറ്റവും ആദ്യം നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടതൊരു ജോലിയാണ്. ആ ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെയ്യുക. കല്യാണം കഴിക്കാത്തവരോടും കല്യാണം കഴിച്ചവരോടൊക്കെ ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു ജോലി നേടിയെടുക്കുക. സർക്കാർ ജോലിയാണെങ്കിൽ നല്ലത്. അപ്പം അത് നമുക്കൊരു സെക്യൂരിറ്റിയാണ് ലൈഫിൽ, ഒത്തിരി കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ.
അപ്പം അത് നമ്മൾ നേടിയെടുക്കണം. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചോദ്യങ്ങളുടെ ഉള്ളിലൂടെ നമ്മൾ കയറി മറിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കണ്ട എല്ലാം നമ്മൾ പഠിക്കണം. എല്ലാം ഞാൻ ചെറിയൊരു ടിപ്സ് പറയുകയാണെങ്കിൽ ചിലതൊക്കെ ഞാൻ ചിലതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുക. ഇങ്ങനെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ഇത് പറയാം. ബയോളജിനെ കുറിച്ച് ഫാക്ട് പറയുകയാണെങ്കിൽ നമ്മൾ കാര്യം പറയാം. ഇപ്പോൾ ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. ചെവിക്ക് ഓട്ടയുണ്ട്, അതുകൊണ്ട് ഓട്ടോളജി. കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. കണ്ണ് അല്ലെ പാമ്പ് വല്ലതും കടിച്ച് നമ്മൾ ഓഫായി പോകും, തട്ടിപ്പോകുന്ന ഉദ്ദേശിച്ചത് ഒഫ്താൽമോളജി. അപ്പം എന്താ? തലച്ചോറിനെ കുറിച്ചുള്ള പഠനം, തലയൊന്ന് ഫ്രീ ആയി കിട്ടണം, ഫ്രെനോളജി. അങ്ങനെ എന്താ പറയുക, എന്തിനോടെങ്കിലും കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ഇതെല്ലാം സിമ്പിളായിട്ട് നമ്മൾ തലയിലിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം എന്നൊക്കെ ചില ചോദ്യങ്ങളുണ്ട്. അപ്പം വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ആളെങ്ങനെ ഇങ്ങനെ അടിപ്പാടിയിൽ നടക്കുക. അപ്പം വെള്ളം അടിച്ച ആളുകൾ വെല്ലേ നടക്കും. അപ്പം സെറിബെല്ലം. അപ്പം അങ്ങനെ പലതിനോടും കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഇതിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ ബയോളജിയുടെ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഞാൻ ചിലതിനോട് കണക്ട് ചെയ്തിട്ടും എന്തെങ്കിലും കോഡ് ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത്. അപ്പം നമ്മൾ വേഗം കയറും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ വിശ്വാസം, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളത് കാണുമ്പോൾ ആഹാ എന്ത് ഈസിയാ, ഇതൊക്കെ ഞാൻ എന്താ പുഷ്പം പോലെ നേടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആത്മവിശ്വാസമൊക്കെ ആയിട്ട് എഴുതിയാലും അതും ഭയങ്കര അപകടമാണ്. കാരണം എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് അങ്ങനെ വലിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനെ കാണുമ്പോൾ അയ്യോ ഇത്രയും ഈസിയാണ്, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് വല്ലാത്ത ആകാംക്ഷ. പിന്നെ ഒരു ഉദാഹരണം പറയാം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതെന്നോ ചോദ്യം ഉണ്ടായിരുന്നു. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഇതാണ് ചോദ്യം. ഞാൻ വായിച്ചപ്പോൾ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്ന് വരെ വായിച്ചു. വെപ്രാളം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് എനിക്കറിയാം. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ പാസ്കൽ വെബർ തന്നെ ഉണ്ട്. അപ്പം മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ അടിച്ച് കറപ്പിച്ച്. പിന്നെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കുക. മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ആ ചോദ്യം മുഴുവൻ വരെ വായിക്കാനുള്ളൊരു എന്താ പറയുക, അത്രയും ധൃതി, ഉത്തരം അറിയാവുന്നതിൻ്റെ ഒരു ആകാംക്ഷ. അപ്പോൾ അവിടെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്ത വെബറുണ്ട്, അതാണ് ഉത്തരം. അപ്പോൾ അല്ലാത്തത് എന്ന് വായിക്കാനുള്ളൊരു ക്ഷമ എനിക്ക് ഉണ്ടായില്ല. അപ്പോൾ കോൺഫിഡൻസോട് കൂടി പരീക്ഷ എഴുതുക, ഓവർ കോൺഫിഡൻസോട് കൂടി പരീക്ഷ എഴുതാണ്ടിരിക്കുക. അത് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളെ തകർക്കാനൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ ഒന്നിനോട് നമ്മൾ തിരിച്ച് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞ പോലെ തിരിച്ച് അവരെ ഇതാക്കാനോ ഒന്നും നിൽക്കണ്ട. നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ട് ഇരുന്ന് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ച് ആരുടെ മുന്നിലും കൈ കാണിക്കാണ്ട് നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അതന്നെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എൻ്റെ കാറ്റഗറി ഏതാണ്, ഞാൻ ഏത് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു, എൻ്റെ സ്വപ്നം എന്തായിരുന്നു, എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, നമ്മളെ മനസ്സിനെ ഫ്രീ ആക്കുന്ന ഒരു ജോലി, അത് നമ്മൾ വിചാരിച്ച PSC നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. പക്ഷെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നമ്മളത് എന്താ പറയുക സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ട് അത് നമുക്ക് പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യാം, മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ അവിടെയാണ് നമ്മുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സുകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അത് ഈ വീഡിയോ തന്നെ ഇത്ര ലെങ്തായി. അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഈ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആദ്യം. പിന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളും ഇത്തിരി പഠന കാര്യങ്ങൾ വന്ന വഴികൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക. ഞാൻ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്തതിൽ വരാം. കാരണം ഇത് ഇത്രയും ലെങ്തായി, അതുകൊണ്ട് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ.